വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്ത് അക്ഷരജ്ഞാനമില്ലാത്തവരാണ്, വിദ്യ അഭ്യസിക്കാത്തവരാണ്. നാം വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമ്പൂർണ്ണ സാക്ഷരത നേടി. അതിൻ്റെ ഭാഗം കേരളീയ സമൂഹത്തിനുണ്ടായ വലിയ മാറ്റം, മുന്നേറ്റം, അത് മറ്റ് സംസ്ഥാനങ്ങളെയെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എല്ലാവരും അതീവ തൽപരരാണ്. ആരെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആർക്കും കഴിയില്ല. എന്നാൽ ഒരു കാലത്ത് ഭൂരിപക്ഷം വരുന്നവർക്ക് വിദ്യ അഭ്യസിക്കാൻ ഇവിടെ അവകാശമുണ്ടായിരുന്നില്ല. ആ അവസ്ഥ പൂർണ്ണമായി മാറി. മാത്രമല്ല, വലിയ തോതിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാത്ത ചില സമീപനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതിലെല്ലാം വലിയ മാറ്റം വന്നു. ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികളെ നോക്കിയാൽ എണ്ണം കൂടുതൽ പെൺകുട്ടികളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയും. എല്ലാ വിഭാഗവും നേരത്തെ സ്വീകരിച്ച എന്ത് നിലപാടുണ്ടായാലും എല്ലാവരും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ അതിയായ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി. എങ്ങനെയാണ് ഈ മാറ്റം? അതാണ് നാം എപ്പോഴും മനസ്സിലോർക്കേണ്ട കാര്യം. അതിനിടയാക്കിയത് നമ്മുടെ മതനിരപേക്ഷതാ ബോധമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത കരുത്താണ്. ഈ മതനിരപേക്ഷത നമ്മുടെ സമൂഹത്തിൻ്റെ ഒട്ടേറെ മേന്മകളായി മാറ്റാൻ ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് കേരളത്തെ പലരും, പല സംസ്ഥാനങ്ങളും ഒരു മോഡലായി കാണുന്നത്. പലതും ഇവിടുത്തെ മാതൃക അവരെ പഠിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ സമൂഹം നേരത്തെയുള്ള അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് അത് കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആധുനിക ലോകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനവും ആർജിക്കാനുള്ള സൗകര്യമാണ് നമ്മളിവിടെ സംസ്ഥാനത്ത് ഒരുക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇല്ലാതാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള വലിയൊരു ശ്രമം ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി നാം കാണുന്നു. അത് ആ ശക്തികൾക്ക് അതിനവസരം കിട്ടുക മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നതിലൂടെയാണ്. എപ്പോ കേരളത്തിൻ്റെ മതനിരപേക്ഷതാ ബോധം ദുർബലപ്പെടുത്താൻ കഴിയുന്നോ അവിടെ ആരംഭിക്കുന്നു നമ്മുടെ തിരിച്ചുപോക്ക്. ആ തിരിച്ചുപോക്ക് പഴയ അന്ധകാര യുഗത്തിലേക്കായിരിക്കും. എന്തെല്ലാം ദുർവൃത്തികൾ, അനാചാരങ്ങൾ ഇവിടെ നടമാടിയിരുന്നോ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു നടത്തിക്കാനാണ് ഇടയാക്കുക. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. എന്നാൽ പഴയ കാലത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമായിരുന്നില്ല. വസ്ത്രത്തിന് പ്രത്യേക രീതികളുണ്ടായിരുന്നു. ജാതീയതയുടെ ഭാഗമായി അടിച്ചേൽപ്പിച്ച രീതികൾ. ചിലർക്ക് മുട്ടുവരെയുള്ള ഉടുപ്പേ പറ്റൂ, മുട്ടിന് താഴെ മുണ്ടു പോകാൻ പാടില്ല, അർദ്ധനഗ്നതയോടെ നടക്കണം.
ഇതെല്ലാം ജാതീയത അടിച്ചേൽപ്പിച്ച വ്യവസ്ഥകളായിരുന്നു. എന്തിനധികം പറയുന്നു, പണിയെടുത്താൽ കൂലി, അതിനും ജാതീയമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവിടെ അധസ്ഥർക്ക് കൊടുക്കുന്ന കൂലി നെല്ലാണ് ആ കാലത്ത് കൊടുക്കുക. നെല്ല് നെല്ലായിട്ട് കൊടുക്കില്ല, നെല്ലിൽ പതിരും കൂടി ചേർത്തേ കൊടുക്കൂ. ഇതായിരുന്നു അവസ്ഥ. വല്ലാത്തൊരു ദുർഘട കാലമായിരുന്നു. ശിക്ഷാരീതികളും അങ്ങനെയായിരുന്നു. മനുഷ്യന്റെ കണ്ണിൽ പെടാൻ അവകാശമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ, അത് പെട്ടുപോയാൽ ശിക്ഷ അവർണന്, സവർണന് കുറ്റമില്ല. സവർണൻ അവർണനെ തല്ലിക്കൊന്നാൽ അതൊരു നാട്ടു നടപ്പ്, ശിക്ഷയില്ല. അവർണൻ സവർണ നേരെ ആക്രമിച്ചാലോ കൊലപ്പെടുത്തിയാലോ ഭയങ്കര മർദ്ദനവും കൊലയും, അതാണ് ശിക്ഷ. ഇത്തരത്തിലായിരുന്നു നമ്മുടെ നാട്. ജാതീയതയുടെ ഏറ്റവും കടുത്ത വ്യവസ്ഥകൾ. മതനിരപേക്ഷത ശക്തിപ്പെട്ടതോടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തുടർച്ചയായി ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പരിധിയോളം ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു.